നമ്മുടെ നാട്ടിലെ മമ്മൂക്കു കാക്കാൻ്റെ ഒരു ബിരിയാണി മേക്കിംഗ് ആണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ അടുക്കി വെക്കണം കേട്ടോ, അടുപ്പ് കൂട്ടാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബിരിയാണിക്കുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കാനും വേണ്ടി വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ ഒരു വീട്ടിൽ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന സെറ്റപ്പാണ്. അപ്പോൾ അതിലേക്കുള്ള ചെമ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെമ്പ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. രണ്ടാമതൊരു ചെമ്പും കൂടി വേറൊരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതൊരു കുടിയിരിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണിയാണ്. കഴുകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ? ഫ്രണ്ട്സ്, ഇങ്ങനെ കരി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെമ്പ് കഴുകണ സമയത്ത് കരി പിടിക്കൂലല്ലേ? കരി പിടിക്കൂല, കഴുകൽ പെട്ടെന്ന് തന്നെ നടക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ചകിരിയാണ് വെക്കുന്നത്. ഇതിവിടെ ചകിരി മാത്രം വെച്ചാൽ പോലെ വിറകും എല്ലാം കൂടി വെക്കണം. എല്ലാം കൂടി വെക്കണം, പിന്നെ കത്തിയാല് സ്ട്രോങ് ആയിട്ട് കിട്ടുള്ളൂ. മറ്റേത് അടിയിൽ തീ കനല് ഉണ്ടാവില്ല. അപ്പൊ കണല് കിട്ടാൻ വേണ്ടി പിന്നെ നമ്മള് ചിരട്ടയും കൂടി ഇട്ട് കൊടുക്കും. ദം ഇടുന്ന സമയത്ത് ഈ കണല് കിട്ടാൻ വേണ്ടിയില്ല, കനല് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് തീ കൊടുത്താൽ കത്തൂലാന്ന് വിചാരിച്ചാൽ നമ്മൾ മണ്ണെണ്ണ ഉപയോഗിക്കണം. ഈ മണ്ണെണ്ണ ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വെച്ചിട്ട് നമ്മൾ ഭക്ഷണത്തിന് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളും വരില്ല. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ തീ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കി പരിപാടികൾ നമ്മളിതാ ഇവിടെ നോക്കാൻ പോവാണ്. നന്നായിട്ട് തീ കാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയാണ്, ഇത് ഡാൽഡ അല്ലത്? ഡാൽഡയാണത്. ഒരു 50 കിലോ നമ്മൾ വെക്കുകയാണെങ്കിൽ അതിലേക്ക് എന്തൊക്കെ വേണം? ഡാൽഡ എത്ര വേണം നമുക്ക്? ഡാൽഡ ഞാനൊരു 7 പാക്കറ്റ് ഡാൽഡ ഉപയോഗിക്കും. ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കും. സൺഫ്ലവർ ഓയിലും ഡാൽഡയും കൂടി മിക്സ് ആക്കിയിട്ട് അതിൽ ഉള്ളി പൊരിച്ചെടുക്കും. അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാൽഡ ഇട്ടിട്ട് നന്നായിട്ട് ഉരുക്കിയിട്ട് റെഡിയാക്കി വെക്കാം. ഓക്കെ. സൺഫ്ലവർ ഓയിൽ ഒരു പാക്കറ്റ് വെക്കും. ഇതിപ്പോ ഇങ്ങനെ കുറച്ചേരം കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പരുവത്തിലാവും. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എണ്ണ നല്ല ചൂടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇത് കെട്ടി വെച്ചിട്ടുള്ളത് വെച്ചാൽ അതിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഊർന്നു പോന്നോട്ടെ. ഓക്കെ. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഇടുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബിരിയാണി മേക്കിങ്ങിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് പറഞ്ഞാൽ ഇതൊക്കെ ബിരിയാണിന്റെ പുറത്തുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഉള്ളി പൊരിച്ചെടുക്കണം ആദ്യം ചെയ്യേണ്ടത്. ഉള്ളി ഇപ്പോഴും ഇളക്കുന്ന സമയത്തൊക്കെ സിമ്പിൾ അല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. കാരണം ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഇളക്കാൻ നന്നായിട്ട് അറിയണല്ലേ. ഇപ്പൊ സിമ്പിളായിട്ട് അവിടെ വന്നിട്ട് ആ തീന്റെ അടുത്ത് നിൽക്കലിനെ കുറച്ച് പണിയാണ്. അതിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ ശേഷം നന്നായിട്ട് വറുത്തെടുക്കല്ലേ. ഇപ്പൊ അത് വറുത്ത് ഉള്ളി പൊരിഞ്ഞു കഴിഞ്ഞ് നമ്മള് തട്ടിലേക്ക് മാറ്റും. അതിനുശേഷം ആ ചെമ്പന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് അത് വേറെ കോരിയെടുക്കും. ഇതിപ്പോ ചെമ്പ് ചെരിച്ച് വെച്ചിരിക്കുന്ന എണ്ണ ഒക്കെ സൈഡിൽ വന്നിട്ട് അവിടുന്ന് ഈസി ആയിട്ട് കോരിയെടുക്കാൻ വേണ്ടി. ഓക്കെ. ഇനി അതാണ് അണ്ടിപ്പരിപ്പ്. ഇതൊന്നും കൂടി വറുത്തെടുക്കാനല്ല, അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ. അതിന്റെ ഒപ്പം തന്നെ മുന്തിരി ഇട്ട് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒരുമിച്ചിട്ടിട്ട് ഇങ്ങോട്ട് വറുത്ത് കോരിയെടുക്കും അല്ലേ? അപ്പൊ ഈ സമയത്തൊന്നും നമ്മള് അരി ഇടുന്ന പരിപാടിയിലേക്കൊന്നും കടന്നിട്ടില്ല, അരിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല അല്ലേ? ഇനി അടുത്ത സെക്ഷനിൽ ഓരോന്നായിട്ട് ഇങ്ങനെ നടക്കുക. തീ അത്യാവശ്യം നല്ല രീതിയിൽ കണലവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്നിങ്ങോട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരും, അതുപോലെ തന്നെ ഉള്ളി കാര്യങ്ങളൊക്കെ. അത് സെപ്പറേറ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലുള്ള എണ്ണ മൊത്തം കോരിയെടുത്തിട്ട് അതിൽ ആ ചെമ്പിനി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇറച്ചിയിടും അല്ലേ? അപ്പൊ ഈ എണ്ണ പിന്നെ നമ്മൾ ഉപയോഗിക്കൂലേ? പിന്നെ രണ്ടാമത് നമ്മൾ ചോറ് ദമ്മിടുന്ന ടൈമിന് ഉപയോഗിക്കൂലേ? അരി ആ എണ്ണ ആ ചോറിന്റെ മേലെ വെച്ച് കൊടുക്കും. ഫ്രണ്ട്സ്, നല്ല മഴ ഉള്ളൊരു ദിവസമായിട്ടോ ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ദമ്മൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ആ മഴത്ത് ചോറ് ഇരുന്ന് തിന്നാൻ വേറൊരു ഫീൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഇനി ഇതിലേക്കുള്ള അളവ് എങ്ങനെയാണ്? ആദ്യം പച്ചമുളക് ഇടുക, പിന്നെ ഒരു 50 കിലോ അരിക്ക് ഒരു 35 കിലോ ഉള്ളി ഉണ്ടാവും. അതിൽ ഈ ഉള്ളി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇറച്ചിട്ട് കൊടുക്കും. അല്ലേ? ഈ ഉള്ളി മുളക് എത്ര വേണം? 50 കിലോന് ഒരു 1.5 കിലോ മുളക് ഇടും. 1.5 കിലോ മുളക് അല്ലേ? ഈ മുളക് അങ്ങനെ ഇട്ടിട്ടാണ് പൊളിച്ചിക്കണം? അല്ല, അങ്ങനെ ഒന്നായിട്ട് ഇട്ടാൽ തന്നെ എണ്ണയിൽ അത് വെന്ത് റെഡിയായി വരും. അപ്പൊ മൊത്തം ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഇളക്കി കൊടുത്താൽ പോലെ, അത് വാട്ടിയെടുക്കണ പരിപാടി? ഇല്ലല്ല, വാട്ടിയെടുക്കില്ല. അത് അങ്ങനെ ഇളക്കിയിട്ട് പിന്നെ അതൊന്ന് ഉള്ളി വാടി കഴിഞ്ഞതിന്റെ ശേഷം അതിൽ തക്കാളി ഇടും അല്ലേ? ഓക്കെ.
നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ടേസ്റ്റ് നോക്കുക. ഇത് പതിവായിരിക്കും അല്ലേ? എല്ലാ ഏത് പരിപാടി ചെന്ന് കഴിഞ്ഞാൽ വരുന്നവരൊക്കെ ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇത് മൂടിയിടണം, അല്ലെങ്കിൽ എണ്ണ അളവ് കുറയല്ലേ. ഇനി തക്കാളിയാണ് അടുത്തത് ആഡ് ചെയ്യേണ്ടത്. പച്ചമുളകും ഉള്ളിയും നമ്മൾ ചെമ്പിലേക്ക് ഇട്ട് അടുത്ത തക്കാളി. അപ്പൊ തക്കാളി ഇതേമാതിരി അരിഞ്ഞു കൊടുക്കണം അല്ലേ? അരിഞ്ഞു കൊടുക്കണം, മെഷീനിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കും. പണ്ടൊക്കെ നമ്മളിങ്ങനെ കുനുകുനാ അരിയുന്നില്ല തക്കാളിയും ഉള്ളിയൊക്കെ അല്ലേ? എല്ലാത്തിനും മെഷീനായില്ലേ? അപ്പൊ കുറെ പണി ലാഭമായിരിക്കും അല്ലേ? കുറെ പണി ലാഭം. മറ്റേത് രാവിലെ എന്താണ് ബിരിയാണി പണി തുടങ്ങണതിനേക്കാൾ മുമ്പ് രാത്രി ഉള്ളിയൊക്കെ തൊഴിച്ച് വെട്ടണം. ഇപ്പൊ അങ്ങനെയല്ല, രാവിലെ കുറച്ച് നേരത്തെ വന്നാൽ മതി അല്ലേ? മെഷീനായതുകൊണ്ട് രാവിലെ ഒരു 4 മണിക്ക് വന്നാൽ ഒരു 9 മണിയാകുമ്പോഴത്തേനും എല്ലാ പരിപാടികളും കഴിയും. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഏതാ അരി? UTC അരി അല്ലേ? ബിരിയാണിക്ക് ഏതാ നല്ലത്? ഏതാ? പല കമ്പനി ഉണ്ടാവും. പല കമ്പനി ഉണ്ട്, അത് ഓരോരുത്തർക്ക് പാർട്ടിക്കാരെ ഇതിനനുസരിച്ച് പാർട്ടിക്കനുസരിച്ചുള്ള ഉള്ളി എടുക്കുക. ഓക്കെ, അരി എടുക്കല്ലേ? അരി എടുക്കുക. ഓക്കെ, ഇനിയിപ്പോ ഇളക്കലൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഇളക്കാനുള്ള സമയമായി തുടങ്ങി. ഓക്കെ, ഇവിടെ ഇപ്പൊ ഉള്ളി, മുളക്, തക്കാളി. ഇതിലിപ്പോ ഉപ്പിട്ടിക്കണം നമ്മള്? ഉപ്പിട്ടല്ലേ? ഉപ്പ് ഏകദേശം എത്ര അളവ്? സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ? അല്ല, ഒരു കിലോ ഉപ്പിടും. 1 കിലോ ഉപ്പിടും അല്ലേ? അപ്പൊ അതിന് നമ്മുടെ ഇറച്ചി കഴുകി വൃത്തിയാക്കി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇറച്ചി ഇടേണ്ട ടൈമാണ്. ഇറച്ചി ഇടുകയാണ്. ഇനി ഇറച്ചിട്ടിട്ട് ഇറച്ചി ഒരു 3/4 ഭാഗം പോകുമ്പോ നമ്മള് അരി ഇട്ട് കൊടുക്കുന്ന പരിപാടി കഴുകി വെള്ളത്തിൽ കൂത്തി വെക്കും. ഇനിയാണ് ശരിക്കും നല്ല സ്ട്രെയിൻ എടുത്തിട്ടുള്ള പണി ഇളക്കലല്ലേ? നമ്മൾ പലരും ബിരിയാണി കഴിക്കുമ്പോ എരിവില്ല, മസാല കുറവാണ്, അല്ലെങ്കിൽ അത് ഇതാന്നൊക്കെ നല്ല അഭിപ്രായം പറയും. ശരിക്കും ബിരിയാണി ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ സ്ട്രെയിൻ നല്ല പണിയല്ലേ? ഇതെന്താ? തൈര് ഇറച്ചി ഇട്ടതിന് ശേഷം പിന്നെ തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് വെച്ച് കൊടുക്കണല്ലേ? തൈര് നിർബന്ധമാണ്. തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ, ഒരു ചെറിയ പുളിപ്പിനും വേണ്ടിയിട്ട് മസാലക്ക് പുളിപ്പിട്ടാണല്ലേ? ഇതൊക്കെ ഫ്രണ്ട്സ് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇടയിൽ ഇളക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂടിയിട്ടിട്ട് കുറച്ചു നേരം ആവിക്ക് അങ്ങനെ നിർത്തുമല്ലേ? മൂടിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ മൂടി തുറക്കും, വീണ്ടും ഇളക്കും. അങ്ങനെ കുറേ തവണ ഇങ്ങനെ മൂടിയിടുക, ഇളക്കം. ഏകദേശം ഒരു 3/4 ഭാഗം വേവാവണം. ഇതിലിപ്പോ അടിയിൽ വെള്ളം പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ, അത് ഓൾറെഡി ഈ ഇറച്ചിന്റെ നീര് തന്നെയല്ലേ? തക്കാളിന്റെയും തൈരിന്റെയും ഇറച്ചിന്റെയും നീര്. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത മഞ്ഞപ്പൊടി ഇട്ടല്ലേ? പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മൂടിയിടുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം വീണ്ടും നന്നായിട്ട് കത്തിച്ച് കൊടുത്ത വീണ്ടും മൂടി തുറക്കുക, ഇളക്കുക. ഇങ്ങനെയുള്ള പരിപാടി തന്നെ. ശരിക്കും ഈ സമയത്ത് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ കൈകാര്യം ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അപ്പൊ അടി പിടിക്കാതെ നോക്കണം. ശരിക്കും ഇങ്ങനെ നന്നായിട്ട് അത് ഇളക്കണ ആ ഒരു ചട്ടകവും അതിന്റെ പറ്റിയത് തന്നെ അല്ലല്ലേ? ഇപ്പൊ ആഡ് ചെയ്തത് എന്താ? ചിക്കൻ മസാല. ഇതിലേക്ക് ചിക്കൻ മസാലയുടെ അളവ് എങ്ങനെയാണ്? അത് ഒരു 2 പാക്കറ്റ് 200 ഗ്രാം. 200 ഗ്രാം അല്ലേ? ഒരു 100 ഗ്രാം മഞ്ഞപ്പൊടിയും വരും. 100 ഗ്രാം മഞ്ഞപ്പൊടിയും വരും അല്ലേ? ഓക്കെ. 1 കിലോ ഉപ്പും. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ എരിവും പുളിയുണ്ടോ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓരോന്ന് ഉപ്പ് കമ്മിയാണ്, അപ്പൊ രണ്ടാമത് ഉപ്പിടുകയാണ് അല്ലേ? അപ്പൊ മറ്റേ ഇളക്കല് നിർത്താൻ പാടില്ല. അപ്പൊ ഒരാള് കൈ ഒഴിഞ്ഞാലും കൂടുള്ള ആള് ഇളക്കിക്കൊണ്ടിരിക്കണല്ലേ? പിന്നെ അങ്ങനെയല്ല, നമ്മളിപ്പോ ഈ അങ്ങനെ വലിയ പണിക്കൊക്കെ പോകുമ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആള് വേണല്ലേ? അരിയും കൊണ്ടുവന്ന് ഇനിയിപ്പോ നമ്മള് വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കൊയ്ത്ത് വെക്കും. വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കും. അരി ഇട്ട് വെക്കണം. എന്നാല് ഒന്നും കൂടി അങ്ങനെ ചെയ്യാറില്ല അല്ലേ? ഓക്കെ. നന്നായിട്ട് കഴുകുക. പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കല്യാണം വീട്ടിൽ നടക്കാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം മുമ്പ് അരി കൊണ്ടുവന്നിട്ട് കല്ല് പെറുക്കി. ഇപ്പൊ അതൊന്നും പണ്ടപ്പൊക്കെ ഫിൽറ്റർ ചെയ്ത് വരുന്ന അരിയാണ്. ഇപ്പൊ നേരിട്ടെ ശരിക്കും ആ ഒരു നല്ലൊരു അത്ര നല്ല രസമുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അന്ന് ഈന്തോല കൊണ്ട് ഉണ്ടാക്കുന്ന പന്തലും നമ്മള് ഓലയും ഇതൊക്കെ വലിച്ചിടുന്ന പന്തലായിരുന്നു. ഇന്നതല്ല, ഇന്ന് ദാർപ്പായി സീല. ഇന്ന് പന്തൽ പണിക്കാരെന്നുണ്ട് ഒരു പാർട്ടി തന്നെ ഉണ്ടല്ലോ. ശരിക്കും ഇപ്പൊ വേവൊക്കെ ഏകദേശം ഒക്കെ ആയി തുടങ്ങി. പുക കൊണ്ട് കാര്യമായിട്ട് നമുക്കൊന്നും കാണുന്നില്ല. കണല് അടിയിൽ നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിറക് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ വിറക് നന്നായിട്ട് വെച്ചു കൊടുക്കണം. ഇറച്ചി 3/4 ഭാഗം വേവുന്നതാണ് നമ്മളെ കണക്ക്. ശരിക്ക് ഈ ചൂട് കൂടുന്നതിനനുസരിച്ച്, അതായത് വേവാവണനുസരിച്ച് ചൂട് കൂടും. ഇതെന്താ ഇടുന്നത്? അത് ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ? നന്നായിട്ട് അരച്ചതാണല്ലേ? നല്ല മിക്സിയിലിട്ടിട്ട് നല്ല അരച്ചല്ലേ? ഈ ചൂട് നന്നായിട്ട് ഇപ്പൊ കൂടിയിട്ടുണ്ടോ? ഈ സമയത്ത് അവിടെ വന്നിട്ട് ഇളക്കണ സമയത്ത് ശരിക്കും നല്ല പണി തന്നെ അല്ലേ? തുടക്കത്തിലുള്ള ഇളക്കലല്ല, കാരണം ചൂട് ഹെവി ആയി. പിന്നെ ചട്ടവും കൊണ്ടാണെങ്കിൽ നല്ല വെയിറ്റും ആയി തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു കറി പോലത്തെ സെറ്റപ്പിലൊക്കെ വെള്ളക്കറി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് മൂടിയിടും അല്ലേ? മൂടിയിടും. ഇനി നമ്മൾ ചപ്പും പുതിന ഇതൊക്കെ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി കുരുമുളകിന്റെ പൊടി, ഗരം മസാല പൊടി ഇടും. ഇങ്ങനെ ബാക്കി ഇനിയും ആഡ് ചെയ്തുകൊണ്ടിരിക്കാണ്ടല്ലേ? അപ്പോൾ ഓരോ ടൈമിൽ ഇങ്ങനെ സാധനം ഇടുക, മിക്സ് ചെയ്യുക, മൂടി വെക്കുക പരിപാടി. ഇതാണ് ഗരം മസാല. ഏലക്കായ്, പട്ടാപ്പൂവ്, ജാതിക്കും ജാതിപത്രിയൊക്കെ പൊടിച്ചത് എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചത്. ഇത് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങി കിട്ടണം? നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് വെക്കണല്ലേ? ഒരു ലേശം പൊരിച്ച ഉള്ളി മസാലക്ക് ഒരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ കൊടുക്കും. നമ്മളെ തുടക്കത്തിൽ പൊരിച്ച് വെച്ച സംഭവം, പൊരിച്ച ഉള്ളി അത് അതിൽ മസാലയിലിട്ടിട്ട് ഇളക്കും. ഇപ്പൊ ഏകദേശം നമ്മളെ മസാലയുടെ പരിപാടികളൊക്കെ മസാലന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമ്മള് വട്ടച്ചെമ്പില് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അതിൽ അരി ഇടും. അരി വട്ടച്ചെമ്പിലിട്ട് ഇനി അതിൽ നിന്ന് ഒരു 3/4 ഭാഗം അരിയും വെന്ത് കഴിഞ്ഞാൽ ഊറ്റിൽ തുടങ്ങും. ഇപ്പോൾ അരിയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും മൊത്തം വേവാൻ നിൽക്കൂലേ? ഫുള്ള് ആവില്ല, 3/4 ഭാഗം വേവിനുള്ളിൽ. കാരണം നമ്മൾ ദം ബിരിയാണി അല്ലേ വെക്കണല്ലേ? ദം ബിരിയാണി. അപ്പം അരി നന്നായിട്ട് കഴുകിയത് കൊട്ടയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിലും ഇപ്പൊ ഉപ്പിട്ടുണ്ടാവില്ല? ആ വെള്ളത്തിൽ ഉപ്പിട്ടുണ്ട്, പാകത്തിന് ഉപ്പിട്ടുണ്ടാവില്ല? പാകത്തിന് ഉപ്പുണ്ടാവും. ഫ്രണ്ട്സ്, പല വീഡിയോകളും ഇപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് മിസ്സായിട്ടുണ്ടായിരിക്കും, അതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്കെ ഇതാ ഉണ്ട്, അത് നമ്മൾ അയ്യൂബിട്ടാ ഉപ്പിട്ടണ്. അപ്പൊ ഇളക്കണ ആൾക്ക് ഇനിയും പണി കഴിഞ്ഞിട്ടില്ല, ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അത് ഈ ചോറ് പെട്ടെന്നാവണാണ് എന്താ അതിന്റെ ഗുട്ടൻസ്? അത് പെട്ടെന്ന് തന്നെ വേവ് കുറഞ്ഞ അരിയല്ലേ, പച്ചരിയാണല്ലോ ഇത്. ആ പച്ചരി ആയതുകൊണ്ട് തിളച്ച് മറിഞ്ഞ് നിൽക്കല്ലേ വെള്ളം. ഇതൊരു അരഭാഗം വെന്ത അരിയാണ്. ആ അരി നമ്മൾ മസാലിന്റെ മേലെ ഇട്ട് കൊടുക്കും. അതിലുള്ള നീരും കറി പോലത്തെ അതൊക്കെ ഒന്ന് വലിഞ്ഞിട്ടാൻ വേണ്ടിട്ടല്ലേ. പിന്നെ നമ്മൾ കൊട്ടയിൽ ഊറ്റിയിട്ട് പിന്നെ ഒന്നായിട്ടിടല്ലേ. കണ്ടു നോക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ വയല് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ ഇതിൻ്റെ സംഭവം ശരിക്ക് അറിയുള്ളൂ. സംഭവം ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ ഒരു വേറൊരു ഫീൽ തന്നെയാണ്. നമ്മൾ ഈ കാറ്ററിംഗുകാരൊക്കെ സംഭവങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് സാധനം കണ്ട് റെഡി ആയിട്ട് എത്തലാണ്. പക്ഷെ ഇതൊക്കെ വീട്ടുമുറ്റത്തിന് ഉണ്ടാക്കുന്ന സമയത്ത് കാണുമ്പോൾ തന്നെ വേറെ ഫീലാണ്. അത് ചപ്പ്, പുതിന, പിന്നെ പൈനാപ്പിള്, ക്യാരറ്റ് അല്ലേ, അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വെട്ടിയിട്ട് ആ ചോറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ചോറ് കംപ്ലീറ്റ് നമ്മള് വെച്ച് പിന്നെ അത് മിക്സ് ആഡ് ചെയ്ത് അതിന്റെ മേലെ വീണ്ടും കുറച്ചും കൂടി റൈസ് ഇട്ട് പിന്നെ നമ്മൾ തുടക്കത്തിൽ കോരി എടുത്തു വെച്ചിട്ടുള്ള ആ ഡാൽഡയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഡാൽഡയാണ് ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കണല്ലേ. ഓക്കെ, ഇനിയിപ്പോ ഏകദേശം പണി ഇനിയിപ്പോ ദമ്മിടാനുള്ള പണിയിലാണ്. ഇനി ഇതിന്റെ മൂടി വെച്ചിട്ട് അതിന്റെ മേലെ ഇനി ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അത് ലാസ്റ്റ് നമ്മൾ വിളമ്പണ നേരത്തെ അല്ലേ. ഇതാ നമ്മള് ദമ്മിടാൻ പോവാണല്ലേ. കണല് നല്ല രീതിയിൽ വേണല്ലേ ഇതിന് മുകളിലിട്ട് കൊടുക്കാൻ. ഇത് അപ്പൊ മുകളിൽ നിന്നും അടിയിൽ നിന്നും ഒരേപോലെ ചൂട് കിട്ടണം അല്ലേ. ഓക്കെ, ഇതാട്ടോ ഈ ദമ്മ് ബിരിയാണി എന്ന് പറഞ്ഞതിൻ്റെ സംഭവം ഗുട്ടൻസ് ഇതാണ്. ദമ്മ് അതായത് മുകളിൽ പറഞ്ഞ കണൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അടിയിൽ നിന്ന് മുകളിൽ നിന്നൊക്കെ ഒരേപോലെ തന്നെ തീ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. ഇത് ഇനിയിപ്പോൾ കത്തിക്കൂലല്ലോ, അതൊക്കെ സൈഡ് മാന്തി കൊടുക്കണം. സൈഡ് മാന്തി കൊടുത്താൽ നടുവിൽ കട്ടിയുള്ള കനലുണ്ടാവും, അത് നടുവൊന്ന് ഒഴിവാക്കി കൊടുക്കുക. ഈ ചെമ്പിന്റെ സൈഡാക്കി കൊടുക്കുക. അപ്പോൾ സൈഡിൽ നിന്നും കൂടി തീ കയറും. അപ്പൊ നടുക്ക് തന്നെ ആവുമ്പോൾ എന്താവും അറിയാം, നടു കഴിഞ്ഞു അടിയിൽ പിടിക്കാൻ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കനൽ കമ്മി അതിന്റെ പേരും ഇതാകുമ്പോൾ നമ്മൾ ലേശം ചകിരി അതിന്റെ മേലിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ദമ്മ് ഇവിടെ സംഭവം റെഡിയാണ് കേട്ടോ. പിന്നെ നല്ല മഴയും പുറത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തൊന്ന് പോയിട്ട് ദമ്മൊക്കെ പൊട്ടിക്കാനാകുമ്പോഴത്തേന് തിരിച്ച് മാറ്റി വരാമെന്ന് വിചാരിച്ച് പുറത്ത് പോയതാണ്. നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് മഴ ഒന്ന് പെയ്ത് അങ്ങനെ അടുത്ത് കയറി നിന്ന് തിരിച്ച് നമ്മളിതാ വീണ്ടും പരിപാടി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദമ്മ് പൊട്ടിക്കുന്ന ഒരു വിഷ്വൽ നമുക്ക് കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്കത്തെ പരിപാടി തുടങ്ങുന്നതിൻ്റെ കുറച്ച് നേരം വൈകിട്ടാണ് തിരിച്ചു വരേണ്ടല്ലേ. ഇവിടെ കുറ്റൂസാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. സംഭവം വളമ്പൽ തുടങ്ങിയിട്ടുണ്ട്. ആ ദമ്മ് പൊട്ടിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും മിസ്സായിട്ട്. കാരണം അത്രയും നേരം നിന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടും ആ ഒരൊറ്റ സംഭവം മാത്രം നമുക്ക് വീഡിയോ കിട്ടിയില്ല. എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിരിയാണി ദമ്മിട്ട് പോയ സംഭവം ഉണ്ടല്ലോ ഒന്നുകൂടി തുറന്നു നോക്കാം. ഇത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം.
ഇറച്ചിൻ്റെ ഒപ്പമുള്ള ചോറ് മേലേക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ആ ചോറ് ഭാഗത്തു നിന്ന് ഇങ്ങനെ കോരിയെടുത്തിട്ട് പിന്നെ നമ്മൾ വട്ടച്ചെമ്പിലിട്ടിട്ട് വിളമ്പും അല്ലേ. ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ ആളുകൾ വന്ന ഗസ്റ്റുകളുണ്ടല്ലോ, അവർക്കുള്ള ചോറുകളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തട്ട് വിളമ്പുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് ആദ്യം മസാല ഇട്ടിട്ട് തട്ടിലാണ് ഇറക്കും, എന്നിട്ട് അതിന്റെ മേലെ ചോറ്. അപ്പൊ ഈ കോരുന്ന ആൾക്കാർക്ക് ചോറും മസാലയും കൂടി കിട്ടും, മറ്റേത് ചോറ് മാത്രമാവും. പിന്നെ അതല്ല, ഈ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കണതിൽ എടുക്കണ്ടല്ലോ ആൾക്കാർ വന്നിട്ട് കവറിലാക്കലുണ്ട്. ആ പരിപാടി പല സ്ഥലത്തുണ്ടായിരിക്കും അല്ലേ. ആരെങ്കിലും സുഖമില്ലാത്തവരുണ്ടാവും, രോഗികളോ അല്ലെങ്കിൽ കുടുംബക്കാരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവർക്ക് കൊടുക്കാൻ വേണ്ടി. ഇതിപ്പോ നമ്മളെ ദമ്മുണ്ടല്ലോ, ദമ്മിട്ട് അതിൽ നിന്നുള്ള മസാലകൾ ഇതാ പുറത്തേക്ക് ഈ വട്ടച്ചെമ്പക്ക് ഇട്ടിട്ട് പിന്നെ അവിടുന്ന് കോരിയിട്ട് പ്ലേറ്റിലാക്കി കൊടുക്കും, തട്ടുപാത്രത്തിൽ വിളമ്പി കൊടുക്കും. ഈ അടിച്ചോറ് വേറൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ, ഈ മസാലയും ചോറും കൂടി ഒരുമിച്ച് എടുക്കണേ. ആ ചോറ് തിന്നാൻ വേറെ രസം തന്നെയാണ്. ഈ അടിയിലിടുമ്പോ ആ മസാലയും ആ ചോറും കൂടി മിസ്സായിട്ട് കിട്ടും. മറ്റേത് പകുതി ചോറ് അടിയിലും പകുതി ചോറ് മേലെയാക്കിയിട്ടിട്ടാൽ അത്ര ഇത് കിട്ടൂല. ഇത് കിട്ടണമെന്നില്ലല്ലേ. ഈ സത്യം പറഞ്ഞ എപ്പോഴാണ് നമുക്ക് എന്താണ് ചോറ് ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് എപ്പോഴാണ് നമുക്ക് ബിരിയാണി തിന്നാൻ നല്ലത്? ദമ്മ് പൊട്ടിക്കുന്ന സമയത്തുള്ളതാണ് പൊട്ടിച്ച് ആ ചൂടോടൊക്കെ കഴിക്കണതാണ് ഏറ്റവും രസം. ഏറ്റവും രസം അല്ലേ. അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ രണ്ടാമത് കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരുമ്പോൾ പിന്നെ ചോറ് ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ചൂടാറുമ്പോൾ. തട്ട് പോയി റിട്ടേൺ വന്ന് റിട്ടേൺ കുഴച്ച് കാര്യങ്ങളൊക്കെ. ഇവിടെ ഓരോരുത്തർ നന്നായിട്ട് നല്ല രസമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. നല്ല സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ടുകൊണ്ട് പുറത്തൊരു മഴയുണ്ട്, അതുകൊണ്ട് തന്നെ ചോറ് നമ്മളിതാ തട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. സംഭവം അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്നിട്ട് മസാലയും ഒക്കെ കൂടി മിക്സായിട്ട്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് നല്ലൊരു ദമ്മ് ബിരിയാണി കേട്ടോ, നല്ല നാടൻ ദമ്മ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ടില്ല തട്ടിലേക്ക് ഇത് കൊണ്ടുപോകണം. ഇത് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അടിച്ചോറ് മാത്രം കൊടുക്കുമല്ലേ, അത് ആ ലാസ്റ്റ് ടൈമിൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. എടുത്തതിന് ശേഷം ഒരു തട്ടിൽ ടേബിളിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ ചോദിച്ചാണ് അടിച്ചോറ് ചോദിച്ചാണ്, അപ്പോൾ അത് മാത്രമായിട്ട് കോരി കൊണ്ടുപോയി കൊടുക്കുകയാണ്. സംഭവം കണ്ടില്ലേ. അപ്പോൾ ബിരിയാണി അതൊരു വേറെ ലെവലിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.